ഏതൊരു സമ്പദ്ഘടനയിലും ഓഹരി വിപണി നിർണായകമായ സ്വാധീനം ചെലുത്താറുണ്ട്. ആ സ്വാധീനം പലപ്പോഴും അപകടകരമായ മേഖലകളിലേക്ക് സമ്പദ്ഘടനയെ തിരിച്ചു കൊണ്ടുപോകാറുണ്ട്, ദിശ മാറ്റി കൊണ്ടുപോകാറുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ സംഭവിച്ചതിന്റെ ഫലമായാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ ചേർന്ന് നടത്തിയ കളികളുടെ ഫലമാണ് 1929-32 കാലഘട്ടത്തിലെ ഗ്രേറ്റ് ഡിപ്രഷൻ, മഹാ ഡിപ്രഷൻ. ആ ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. എല്ലാ സമ്പദ്ഘടന, അതായത് ജർമ്മനിയെ പറ്റിയൊക്കെ പറയുന്നത്, ജർമ്മനിയിലെ എല്ലാ രാജ്യങ്ങളെ പറ്റിയും, അമേരിക്കയിലൊക്കെ പറ്റി പറയുന്നതിനെ നോക്കാം. അമേരിക്കയിലെ ഏറ്റവും വലിയ ധനികർ പോലും ചോറ് ഭക്ഷണത്തിനുള്ള പാത്രവുമായിട്ട് ഫുഡ് കോർട്ടിന് മുൻപിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്ര വലിയ ആഘാതമാണ് ആ അതായത് ഡിപ്രഷൻ, ഗ്രേറ്റ് ഡിപ്രഷൻ ലോകത്തിന് ഏൽപ്പിച്ചത്. അപ്പൊ അതുപോലെ ഒരു ഡിപ്രഷനിലേക്ക് ലോകം വീണ്ടും പോകാതിരിക്കാനായിട്ട് ആണ് അന്ന് കെയ്ൻസ്, അതായത് ജോൺ മേനാർഡ് കെയ്ൻസ് എന്ന് പറഞ്ഞ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ധനതത്വ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതിയത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഓഹരി വിപണിയുടെ പ്രവർത്തനം നല്ലതാണ് സമ്പദ്ഘടനയ്ക്ക്. അതായത് മൂലധനം വരുന്നത്, മൂലധന നിക്ഷേപത്തെയൊക്കെ അത് പ്രോത്സാഹിപ്പിക്കും. അതുപോലെ എവിടെ മൂലധനം വരണം എന്ന കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതിന് നിർണായക സ്വാധീനം സ്റ്റോക്ക് മാർക്കറ്റിന് ചെലുത്താൻ കഴിയും. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, നിയന്ത്രിതമായ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരി വിപണി പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു ശക്തമായ സമ്പദ്ഘടനയിൽ വെറും കുമിളകൾ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, ഒരപകടവും വരുത്തുന്നില്ല. പക്ഷേ അനിയന്ത്രിതമായി ഓഹരി വിപണി പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ, അതിന് കടിഞ്ഞാണിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ഒരു നീർച്ചുഴിയായി വളർന്ന് സമ്പദ്ഘടന തന്നെ ആ നീർച്ചുഴിയിൽ മുങ്ങിത്താഴുന്ന അവസ്ഥ വരും. അദ്ദേഹം ചൂണ്ടിക്കാട്ടി, അങ്ങനെ ഒരു നീർച്ചുഴിയായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ. 1929-32 കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ. ആ നീർച്ചുഴിയിലാണ് അതായത് ഗ്രേറ്റ് ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കൻ ഇക്കോണമിയും ഒക്കെ മുങ്ങി താണത്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കുന്ന പല ഘടകങ്ങളും ആ ഗ്രേറ്റ് ഡിപ്രഷന്റെ ഫലങ്ങളായിരുന്നു എന്നുകൂടി നാം ഓർക്കണം. അപ്പം അങ്ങനെ എന്തിനാണ് ഇപ്പൊ അത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, എക്സിറ്റ് പോൾ വന്ന ദിവസം നമ്മുടെ മനസ്സിലുണ്ട്, എന്തായിരുന്നു കാളക്കൂറ്റന്റെ ഒരു കുതിച്ചു ചാട്ടം. ആരാണ് ഈ കാളക്കൂറ്റൻ? സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിനെ, ഓഹരി വിപണിയെ പറ്റി പറയുമ്പോൾ ബെയർ, കരടി, ബുൾ, കാളയും കരടിയും, ഈ രണ്ട് വിരുദ്ധന്മാരാണ് അവിടെ കളിക്കുന്നത്. ഓഹരിയുടെ വിലകൾ താഴേക്ക് പോകുമ്പോൾ ബെയറിഷ് ആണ്, അതായത് ആ വിപണി ഇപ്പോൾ കരടികളുടെ കൈകളിലാണ് എന്ന് പറയും. ഓഹരി വിപണി കുതിച്ചു മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരും പറയും ഓഹരി വിപണി കാളക്കൂറ്റന്റെ കയ്യിലാണ് എന്ന് പറയും. അതായത് ഓഹരി വിപണി ബുള്ളിഷാണ് എന്ന് പറയും. അതാണ് ബെയറും ബുള്ളും. ആ ബെയർ താഴേക്ക്, അതായത് ഓഹരി വിലകൾ താഴേക്ക്, എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമായി ഓഹരി വിപണി താഴേക്ക് പോകാം വിലകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലസ് പോയിന്റ് കൊണ്ട് ഓഹരി വില മുകളിലോട്ട് പോകാം. അപ്പൊ ഇത് രണ്ടുമാണ് ബുൾ ബെയർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തമായ നിയന്ത്രിതമായ ഓഹരി വിപണിയാണെങ്കിൽ ബുള്ളിനും ബെയറിനും കളിക്കാൻ അധികം അവസരം കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. സമ്പദ്ഘടനയെ നിയന്ത്രിതമാക്കി നല്ലവണ്ണം മുകളിലേക്ക് നേരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബുള്ളിഷായി കളിക്കുന്നതും ബെയറിഷായി കളിക്കുന്നതും അത്ര നല്ല കാര്യമല്ല എന്നാണ് ഈ കെയ്ൻസ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എക്സിറ്റ് പോളിന്റെ റിസൾട്ട് വന്ന ദിവസം ഒന്ന് കണ്ണോടിക്കാം. നിങ്ങളുടെ കയ്യിൽ വർത്തമാന പത്രങ്ങൾ, മനോരമയോ മാതൃഭൂമിയോ ഹിന്ദുവോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ആ ഓഹരി വിപണിയുടെ ഭാഗം, ആ പേജിൽ നിങ്ങൾക്ക് കാണാം, കാളക്കൂറ്റന്റെ ഒരു ഉന്മാദാവസ്ഥയിലായിരുന്നു കാളക്കൂറ്റന്മാര്. അങ്ങ് കുതിച്ചു പൊങ്ങുകയായിരുന്നു. അതായത് എന്തുകൊണ്ടെന്ന് നമുക്കറിയാം. മോദി, അതായത് നരേന്ദ്രമോദി പാർട്ടി
ഒരു 350-400 സീറ്റിനകത്ത് കിട്ടും. 350ന്റെ മുകളിലേക്കാണ്, അല്ലെങ്കിൽ 350ന്റെ ചുറ്റുവട്ടത്തിൽ അതിന്റെ മുകളിലേക്ക് തന്നെയാണ് ഒട്ടുമിക്ക പിന്നെ എന്താ പറയാ എക്സിറ്റ് പോളുകാരും പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ അതായത് ഈ പറയപ്പെട്ട ഓഹരി വിപണി ബുള്ളിഷായി, ബുള്ള് ഉന്മാദാവസ്ഥയിലായി കുതിച്ചു പൊങ്ങുന്ന ഒരവസ്ഥ വന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അതായത് BSE സെൻസെക്സ്, അതായത് പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 500 ഷെയറുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെ 3.39%, അതായത് സർവകാല റെക്കോർഡാണ് ഒറ്റ ദിവസം കൊണ്ട് ഓഹരി വിപണിയിൽ അത്ര വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത് ചരിത്രത്തിൽ ആദ്യമായാണെന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. 3.39% വളർച്ചയാണ് ഒറ്റ ദിവസം കൊണ്ട്, എക്സിറ്റ് പോൾ റിസൾട്ട് വന്ന ഒറ്റ ദിവസം കൊണ്ട് BSE, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെക്കോർഡ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നിഫ്റ്റി. സാധാരണ നിഫ്റ്റി സാവകാശത്തിലാണ് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. BSEയുടെ അത്ര വേഗത്തിൽ ചാടുകയും ഇറങ്ങുകയും ചെയ്യുന്നതല്ല. പക്ഷെ അവിടെ പോലും 3.25%, അതായത് സർവകാല റെക്കോർഡാണ് നിഫ്റ്റിയും ചെയ്തത്. അപ്പം എന്തുകൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ വന്നപ്പോൾ നരേന്ദ്രമോദി ഇത്രയധികം പിന്നെ വോട്ടുകൾ ജയിക്കും എന്ന മാർജിൻ അവര് പ്രഖ്യാപിച്ചതോടുകൂടി ഇത്ര വലിയ ചാഞ്ചാട്ടമല്ല, എടുത്തുചാട്ടം, അല്ലെങ്കിൽ ബുൾസ് ഉന്മാദാവസ്ഥയിലാകുന്ന ഒരവസ്ഥ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രോ കോർപ്പറേറ്റ് ആണ്. അതിൽ തന്നെ ചില കോർപ്പറേറ്റുകളുടെ കാര്യം നമ്മൾ പറയാറുണ്ട്, അദാനി, അംബാനി പോലെയുള്ള ചില കോർപ്പറേറ്റുകൾ. അതേ സമയത്ത് നമുക്കറിയാം 1800കളിൽ തന്നെ ഇവിടെ 1863 പ്രവർത്തനം തുടങ്ങിയ ടാറ്റ പോലെയുള്ള കോർപ്പറേറ്റ് ബോഡീസ് ഉണ്ട്. അവരാരും ഇത്രയധികം ചാടുകയോ ബുള്ളിഷ് ആവുകയോ ബെയറിഷ് ആവുകയോ ചെയ്യുകയില്ല. കാരണം അവർക്കൊക്കെ വളരെ സ്റ്റഡി ആയിട്ടുള്ള സമചിത്തതയോടെയുള്ള മൂലധന നിക്ഷേപവും പ്രവർത്തനങ്ങളുമാണുള്ളത്. അതായത് അവരൊക്കെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഭാഗമായി വളരുന്നവരാണ്. ഇന്ത്യക്ക് താഴെ ഇന്ത്യ എന്ന കുടക്കീഴിൽ വളരുന്നവരാണ്. പക്ഷെ അദാനിയെ പോലെയുള്ളവര് ഇന്ത്യയെ പോലും സ്വന്തമാക്കണം എന്ന് വിചാരിച്ച് വളരുന്നവരാണ്. അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഇത്രയധികം വിമർശനത്തോടുകൂടി ഇന്ത്യയിലെ സാമ്പത്തിക വിശാരദർ മാത്രമല്ല, തോമസ് പിക്കറ്റിയെ പോലെയുള്ളവര്, അതായത് ഫ്രഞ്ച് ധനതത്വശാസ്ത്രജ്ഞനായ തോമസ് പിക്കറ്റി ലോകമെമ്പാടും അറിയപ്പെടുന്ന വളരെ പ്രശസ്തനാണ്. അദ്ദേഹം തന്നെ ഇന്ത്യയെ പറ്റി 1920-21 കാലഘട്ടം മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തെ പറ്റി പഠിച്ച് എഴുതിയിരിക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസമത്വം വർദ്ധിച്ചിരിക്കുന്നത് 2019-ലാണെന്ന്. 1922 നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു. അന്നുള്ളതിനേക്കാൾ അസമത്വം ഇന്ത്യയിൽ ഇന്ന് കൂടുതലാണ് എന്നാണ് തോമസ് പിക്കറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് അതൊക്കെ എന്താണ് കാണിക്കുന്നത്? ഈ പ്രോ കോർപ്പറേറ്റ് നയം എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് തന്നെ 30% ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്ന് 20% എത്തിച്ചു. അതിനുശേഷം അത് 15% കൊണ്ടുവരുമെന്ന് കൂടി ഒരു വാണിംഗ്, അതായത് അവർക്കൊരു സന്തോഷമായിട്ടുള്ള ഒരു സൂചന കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി. ഇത് ഇപ്പോഴല്ല, 2022-23 ബജറ്റിലാണ് അങ്ങനെ ഒരു സൂചന കൊടുത്തത്. അപ്പോ ഇപ്പോ ഒരു ബജറ്റ് വരികയാണ്, അത് സർവതന്ത്ര സ്വതന്ത്രനായി നരേന്ദ്രമോദിക്ക് നിയന്ത്രിക്കാവുന്ന ബജറ്റ് ആണെങ്കിൽ ആ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 15% മാറ്റും. അതേ സമയത്ത് ഓർക്കുക, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ GST കൊടുക്കുന്നു സാധാരണക്കാര്. അപ്പൊ നികുതിയുടെ ഭാരം ആരുടെ തലയിലാ വീഴുക? സാധാരണക്കാരുടെ തലയില്. ആരുടെ തലയിലാ വീഴാതിരിക്കുന്നത്? കോർപ്പറേറ്റുകളുടെ തലയില്. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പറയുന്നത്, അതായത് മോദിജിക്ക് BJPയുടെ ഇഷ്ടപ്രകാരം ഭരിക്കാൻ കഴിയുക, അങ്ങനെ കഴിയുന്ന ഒരവസ്ഥ സംജാതമാകും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ സർവതന്ത്ര സ്വതന്ത്രരായി അദാനിക്ക് ഇന്ത്യ മുഴുവനുമുള്ള പോർട്ടുകൾ വാങ്ങിച്ചെടുക്കാം, സ്വന്തമാക്കാം, എയർപോർട്ടുകൾ സ്വന്തമാക്കാം, അങ്ങനെ പിന്നെ വിലസാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്ന് അദാനിയും അംബാനിയും പോലെയുള്ളവർ, അങ്ങനെയുള്ള കോർപ്പറേറ്റുകൾ ചിന്തിച്ചിട്ടുണ്ടിരുന്നു. പക്ഷേ
ജൂൺ 4 എന്ത് സംഭവിച്ചു? വോട്ടെണ്ണാൻ തുടങ്ങി. ആദ്യം നമ്മുടെ മോദിജി കുറെ മണ്ഡലങ്ങളിൽ എണ്ണുന്നത് വരെയും അദ്ദേഹം താഴെയായിരുന്നു. അദ്ദേഹത്തിന് മുൻപിൽ വേറെ ആൾക്കാരുണ്ട്, മത്സരാർത്ഥികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പതുക്കെ പൊങ്ങി വന്നത്. അത് മാത്രവുമല്ല, വലിയ തിരിച്ചടിയാണ്. ഒരുപാട് 64 മണ്ഡലങ്ങളിലോ മറ്റോ ആണല്ലോ BJP തോറ്റത്. അങ്ങനെയൊക്കെ വന്ന് അപ്പോഴേക്കും ഈ റിസൾട്ട് ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും, ഈ ട്രെൻഡ് കണ്ടപ്പോഴേക്കും ഓഹരി വിപണി ബുള്ളിഷിൽ നിന്ന് ബെയറിഷായി. അതായത് കാളക്കൂറ്റൻ കരടിക്ക് വില കൊടുത്തു. നിങ്ങൾ ചില ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. അതായത് കരടി ഒരു നല്ല ശക്തിയായ ഒരു ഗദ പോലെ ഒരു സാധനം വെച്ചിട്ട് കാളക്കൂറ്റനെ അടിക്കാൻ നിൽക്കുന്നത്, കാളക്കൂറ്റൻ താഴെ വീണ് ചത്തതുപോലെ കിടക്കുന്നതും ഒക്കെ കാണാം. അപ്പൊ ആരുടെ കയ്യിലാണ് ഈ ഗദ വന്നത്? ഇന്ത്യ മുന്നണിയുടെ കയ്യില്. ഇന്ത്യ മുന്നണി കയറി വരുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് ഇവർക്ക് നില തെറ്റിയത്. അതായത് ഈ ഓഹരി വിപണിക്ക് നില തെറ്റിയത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? ഇതാരും വരച്ചു വെച്ച ചിത്രമല്ല, യഥാർത്ഥത്തിൽ ഓഹരി വിപണി റിഫ്ലക്ട് ചെയ്തതാണ്. ലോർഡ് കെയ്ൻസ് അന്ന് പറഞ്ഞ അതേ രീതി തന്നെയാണ് ഈ ഓഹരി വിപണി റിഫ്ലക്ട് ചെയ്തത്. അപ്പൊ എന്താണ് റിഫ്ലക്ട് ചെയ്തത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾ ജയിപ്പിച്ചാൽ ഇവിടെ തൊഴിൽ സൃഷ്ടിക്കും, അതുപോലെ തന്നെ വിലക്കയറ്റം താഴെ കൊണ്ടുവരും, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുമായിട്ട് മുൻപോട്ട് വന്ന ഇന്ത്യ മുന്നണി. എങ്ങനെയാണ് തൊഴിലുകൾ സൃഷ്ടിക്കാൻ പറ്റുക? തൊഴിലുകൾ സൃഷ്ടിക്കാൻ മാജിക് വാൻഡ് ഒന്നുമില്ല ആരുടെയും കയ്യില്. പ്രോ കോർപ്പറേറ്റ് നയമെടുക്കുന്ന നരേന്ദ്രമോദിക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റില്ല. അതിനാണ് അഗ്നിവീർ പദ്ധതി പോലെയുള്ളത് കൊണ്ടുവന്നത്. അത് തന്നെ എല്ലാവരും വളരെ ആശങ്കയോടെ കാണുന്ന, എല്ലാവരും എതിർക്കുന്ന ഒന്നാണ്. കാരണം എന്താണ്? 2 വർഷത്തേക്കുള്ള അഗ്നിവീറിൽ കയറുക, 2-3 വർഷം കഴിയുമ്പോഴത്തേനും അവർ തിരിച്ചു ഇറങ്ങുക. എന്ത് ജോലിയാണത്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് മാന്യമായ ജോലിക്ക് 4 കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഫിക്സിറ്റി ഓഫ് ലേബർ, ഡീസന്റ് വേജ്. ഈ അഗ്നിവീറിന് ഫിക്സിറ്റി ഓഫ് ലേബർ ഉണ്ടോ? സ്ഥിരമാണോ? അല്ല. 2-3 വർഷം കഴിയുമ്പോൾ അവർ ഇറങ്ങിപ്പോരണം. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് ജോലിയില്ല. ഡീസന്റ് വേജ് ഉണ്ടോ? വേജ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ആ ILOയുടെ മാന്യമായ ജോലിക്ക് വേണ്ട കണ്ടീഷൻസ് ഒന്നുമില്ല അഗ്നിവീർ പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്ന പദ്ധതികൾക്ക്. മറിച്ച് എവിടെയാണ് ഇന്ത്യയിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടേണ്ടത്? നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ. അപ്പൊ അത്തരം സംരംഭങ്ങൾക്കാണോ മോദി ഗവൺമെന്റ് മുൻതൂക്കം കൊടുത്തിരുന്നത്? അല്ല. മോദി ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മുഴുവനും കോർപ്പറേറ്റുകൾക്കായിരുന്നു. അതേ സമയത്ത് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരികയാണെങ്കിൽ, അതായത് ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, തൊഴിലിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, 94 മുതൽ 96% വരെ തൊഴിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ്. അപ്പൊ അത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടൂ. അങ്ങനെ ഇന്ത്യയിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾ അതായത് ഹങ്കർ ഇൻഡെക്സിൽ 42ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യയാണ് ഇപ്പൊ 111ാം സ്ഥാനത്തേക്ക് മൂക്കുകുത്തി വീണിരിക്കുന്നത്. ആ പട്ടിണി ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ ഈ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ തൊഴിലുകൾ ഉണ്ടാവണം. അങ്ങനെ തൊഴിലുകൾ കിട്ടുക, വരുമാനം ഉണ്ടാവുക, പിന്നെ പട്ടിണി അകലുക. ആ തരത്തില് ഒരു ഭരണ സംവിധാനം വരണം. അങ്ങനെ ഒരു ഭരണ സംവിധാനം വരണമെങ്കിൽ ആര് ഭരണത്തിൽ വരണം? ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരണം. പക്ഷെ ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ കോർപ്പറേറ്റുകൾക്ക് അടിയായി. അതുകൊണ്ടാണ് കാളക്കൂറ്റന്റെ പതനവും ബെയറിന്റെ ഉയർത്തെഴുന്നേൽപ്പും നമ്മൾ ആ വോട്ടെണ്ണുന്ന ദിവസം കാണാൻ ഇടവന്നത്. അപ്പൊ നമുക്കറിയാം ആ ദിവസം എന്ത് സംഭവിച്ചു. നമ്മുടെ അദാനിക്കും അംബാനിക്കും ഒക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് വെറുതെ നോക്കിക്കളയാം. അതായത് എക്സിറ്റ് പോൾ വന്ന ദിവസം അദാനി ഗ്രൂപ്പിൽപ്പെട്ട 10 ലിസ്റ്റഡ് കമ്പനികളുടെ മൂല്യം, വിപണി മൂല്യം ഒറ്റ ദിവസം കൊണ്ട് 16% വർദ്ധിച്ചു. അതായത് എക്സിറ്റ് പോൾ റിസൾട്ട് വന്ന ആ ഒറ്റ ദിവസം കൊണ്ട് അദാനിയുടെ തന്നെ 10 ലിസ്റ്റഡ് കമ്പനികളുടെ വിപണി മൂല്യം 16% വർദ്ധിച്ചു. അതേ സമയത്ത് എന്ത് സംഭവിച്ചു?
ഈ പിന്നെ വോട്ടെണ്ണൽ തുടങ്ങിയ ദിവസം അവസാനമായപ്പോഴേക്കും അതിന്റെ വിപണി മൂല്യം എത്ര കുറഞ്ഞു? 20% ഇടിഞ്ഞു. അത്ര വലിയ ആഘാതമാണ് കരടി കാളക്കൂറ്റിന് കൊടുത്തത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി BSE സെൻസെക്സിന്റെ കാര്യം എടുക്കുക. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ചരിത്രത്തിൽ ഏറ്റവും വലിയ വളർച്ചയാണ് എക്സിറ്റ് പോൾ വന്ന ദിവസം BSE പിന്നെ കാണിച്ചത് എന്ന്. അതും തന്നെ ഇതാ 29.9 ലക്ഷം കോടിയുടെ ഇടിവാണ് BSE രേഖപ്പെടുത്തിയത്. 29.9 ലക്ഷം കോടിയുടെ എന്ന് പറയുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 500 ഷെയറുകളുടെ ഇൻഡെക്സ് പിന്നെ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് വിപണിയാണ്, ഓഹരി വിപണിയാണ്. അപ്പൊ അവിടെ എന്നിട്ടും അവിടെ 29.9 ലക്ഷം കോടിയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, ഈ വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കമ്പനികൾക്കൊക്കെ ഇടിവ് പറ്റിയപ്പോഴും നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഈ പറയപ്പെട്ട ഇടിവോ ഒന്നും സംഭവിക്കാതെ നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്തു പോയത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അങ്ങനത്തെ കമ്പനികളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത എല്ലാവിധ സൗജന്യങ്ങളും, അതായത് പിന്നെ കോർപ്പറേറ്റുകൾക്കാണ് ഒരുപാട് കോടി വായ്പ ഇളവ് ചെയ്തു കൊടുത്തത്, എഴുതി തള്ളിയത്, അവരുടെ കടങ്ങളാണ് എഴുതി തള്ളിയത്. കർഷകര് വായ്പ എഴുതി തള്ളാൻ പറഞ്ഞ് 1 വർഷത്തിലേറെ നീണ്ട സമരം നടത്തിയിട്ടും ചെയ്തില്ല. പക്ഷേ കോർപ്പറേറ്റുകൾക്ക് വായ്പ എഴുതി തള്ളുന്നതിന് നരേന്ദ്രമോദി ഒരു മടിയും അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു മടിയും കാണിച്ചിട്ടില്ല. SBI ഏറ്റവും കൂടുതൽ കടം, ഈ അദാനിക്ക് തന്നെ വലിയ തോതിൽ കടം കൊടുത്തിട്ടുണ്ട് SBI എന്ന് ഓർക്കണം നമ്മള്. അങ്ങനെ എല്ലാ തരത്തിലും മോദി ഗവൺമെന്റിന്റെ, BJP ഗവൺമെന്റിന്റെ എന്താ പറയുക, തലോടലേറ്റ് വളരുന്ന ഒരു ഭാഗമാണ് കോർപ്പറേറ്റുകൾ. അതും ചില സിലക്റ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റുകൾ. മറിച്ച് ബാക്കിയുള്ള കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ മറ്റു മേഖലകളും, അത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മേഖലകളും അങ്ങനെയല്ല, താഠനമാണ് ഏൽക്കാറുള്ളത് എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ അതിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഓഹരി വിപണി വോട്ടെണ്ണൽ ദിവസം താഴേക്ക് പോയത്. പക്ഷെ ഓർക്കണം, പതുക്കെ അവർ പിടിച്ചു കയറും. കാരണം എന്താന്ന് വെച്ചാൽ പിടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായിട്ട് ഭരണം വീണ്ടെടുക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നു. പക്ഷെ നരേന്ദ്രമോദിക്ക് ഇതൊരു അനുഭവ പാഠമായിരിക്കണം. കാരണം ചെവിയിൽ പിടിക്കാൻ ശക്തമായ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റുകൾക്ക് പ്രീണന നയവുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായി കടിഞ്ഞാൺ വലിക്കാനുള്ള ശക്തി ഇന്ത്യ മുന്നണി ആർജിച്ചിരിക്കുന്നു. അത് കരുതി വേണം ഇനി അങ്ങോട്ടുള്ള ഭരണ നയം എന്ന് ഓർത്ത് മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദിക്കും അനുകൂലികൾക്കും നന്നായിരിക്കും.